ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ ഇന്ന് ഒന്ന് ടൗൺ വരെ പോവാണ്. വേറെ ഒന്നുമല്ല, എൻ്റെ പല്ലിൻ്റെ റൂട്ട് കനാലിൻ്റെ ലാസ്റ്റത്തെ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു സംഭവം ഇവിടെ അവസാനിക്കുന്നതായിരിക്കും. അങ്ങനെ നേരെ തളിപ്പുറം പറ്റി നേരെ ആശുപത്രിയിലേക്ക് വെച്ച് പിടിച്ചും. ഞാൻ ഒറ്റക്കാണ് പോകുന്നത്. മുമ്പെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ എവിടെയും പോകാറില്ല. പക്ഷെ ഇപ്പം എനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതിന് അങ്ങനെ പേടിയൊന്നുമില്ല. മുമ്പ് എനിക്ക് എന്തോ ഒരു മടിയാണ്, ഒറ്റയ്ക്ക് എവിടെയും പോകില്ല, അങ്ങനെയല്ലായിരുന്നു. ഇപ്പം അതൊക്കെ മാറിയിട്ടുണ്ടായി. പിന്നെ ആശുപത്രിയിലാണെങ്കിൽ കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി കുറച്ച് സമയം ഇരുന്നു. പിന്നെ വിളിച്ചു. അങ്ങനെ നീര് വെത്ത് കയറി. പിന്നെ ഇത് ഈ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കോൾഗേറ്റിൻ്റെ ഒക്കെ ഒരു ചൊവയാണ് എനിക്ക് തോന്നൽ. പിന്നെ നിങ്ങളോട് ഒരു അഡ്വൈസ് തരാം ഗൈസ്, ഇങ്ങനെ പല്ലൊക്കെ കാണിക്കാൻ വേണ്ടി പോകുമ്പം മുടിയിൽ പുഴു ഇടുന്നതായിരിക്കും നല്ലത്. ക്ലിപ്പിട്ട് കഴിഞ്ഞാൽ ഒടുക്കത്തെ തലവേദനയായിരിക്കും. അത് കഴിഞ്ഞ് നേരെ ക്ലബ് ഫലൂതി പോയിട്ട് എന്തെങ്കിലും തിന്നാ കഴിച്ചു. ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടറിന് തിന്നോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വിട്ടം. അങ്ങനെ അവിടെ പോയിട്ട് ഒരു ബ്ലൂ ലൈമും ഒരു ബർഗറും മേടിച്ചു. ഈ ബ്ലൂ ലൈമിനെ കുറിച്ച് എനിക്ക് 10 പറയാനുണ്ട്. ഒരു 40 രൂപ മുടക്കി ഞാൻ മേടിച്ച ലൈമാണ് ഗൈസ്. ഒരു വകക്ക് കൊള്ളൂല, ഭയങ്കരം എന്നാ പറയുക, കയ്പേനും. പിന്നെ ബർഗർ അടിപൊളിയായിട്ടുള്ള സാധനമാണ്. നിങ്ങളെപ്പോഴെങ്കിലും ഇവിടെ പോകുന്നുണ്ടെങ്കിൽ ആ ബ്ലൂ ലൈം നിങ്ങൾ വാങ്ങണ്ട. ബാക്കിയുള്ള ഐറ്റംസൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി സാധനങ്ങളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആ ബ്ലൂ ലൈം വാങ്ങിയത്. അത് അങ്ങനെ ആയിപ്പോയി നാശത്തിലേക്ക്. അത് കഴിഞ്ഞ് നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തു. എൻ്റെ ഈ ഒരു മാറ്റം എനിക്ക് തന്നെ ഭയങ്കര ഒരു സംഭവമായിട്ടെല്ലാം തോന്നുന്നു. കാരണം ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് എവിടെയും പോകാറില്ല. പക്ഷെ ഇപ്പം എനിക്ക് അതിനൊക്കെ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ ഒരു ഭയങ്കര സന്തോഷമെല്ലാം തോന്നുന്നുണ്ട്. എനിക്കങ്ങനെ ഒരു നാണക്കേടോ ഒന്നും തോന്നുന്നില്ല. എന്താ പറയുക, എന്തോ ഒരു ധൈര്യം വന്ന പോലെ, എന്തോ ഒരു ഒറ്റക്കൊക്കെ പോകാൻ പഠിച്ചു ഗൈസ്. ഒരു വലിയൊരു മാറ്റം തന്നെ എനിക്ക് തോന്നുന്നു. അങ്ങനെ നേരെ വണ്ടി വിളിച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ട്. വീട്ടിലെത്തി അവിടെ ഇച്ചു എന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും, പാവ എൻ്റെ ഇച്ചുമോൻ. അങ്ങനെ നേരെ വാതിൽ തുറന്നപ്പോഴത്തേക്ക് ഇത് ഇച്ചു എന്നെ കണ്ടിട്ട് ഓടി പോകുന്നുണ്ട്. പിന്നെ നല്ല വേഗം ഓടി തിരിച്ച് വന്നു. എന്താ ഞാൻ കൊണ്ടുവന്നേന്ന് നോക്കാൻ വേണ്ടിയിട്ട് സഞ്ചിയൊക്കെ ഒരേ തപ്പലാണ്. അങ്ങനെ അവൻ്റെ സാധനം കിട്ടിയപ്പോൾ അവന് സന്തോഷമായി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ, സീ യു.